നിന്നിലലിയാൻ. രചന ശ്രീലക്ഷ്മി. കോളേജ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് ചിലങ്ക. ഡിഗ്രി 1ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണവൾ. ചിലങ്ക എന്നാണ് പേര്. പക്ഷെ എല്ലാവർക്കും അവൾ ചിങ്കു ആണ്. പേര് പോലെ തന്നെ നൃത്തത്തിലാണ് അവൾക്ക് ഏറെ താല്പര്യം. നൃത്തം അവളുടെ ജീവശ്വാസമാണെന്ന് തന്നെ പറയാം. പൊന്നു വന്ന പൗർണമിയാണ് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. വീടിനടുത്ത് നിന്ന് 20 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ അവൾ പഠിക്കുന്ന കോളേജിലേക്ക്. അതുകൊണ്ട് തന്നെ കോളേജിലേക്കുള്ള അവളുടെ പോക്കും വരവുമെല്ലാം നടന്നാണ്. മനയ്ക്കൽ തറവാട്ടിലെ മുൻ കാര്യസ്ഥൻ ചന്ദ്രൻ്റെയും പത്മയുടെയും ഇളയ മകളാണ് ചിലങ്ക. മൂത്ത മകൾ ചിന്മയി എന്നറിയപ്പെടുന്ന ചിന്നു MBBS 3ാം വർഷ വിദ്യാർത്ഥിനിയുമാണ്. ബാംഗ്ലൂരിലാണ് ചിന്മയി പഠിക്കുന്നത്. പണ്ട് മനയ്ക്കൽ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നെങ്കിലും ചന്ദ്രനിപ്പോൾ കവലയിൽ ഒരു പലചരക്ക് കട നടത്തുകയാണ്. വീട്ടുമുറ്റത്ത് ഒരു ബ്ലാക്ക് ബെൻസ് കിടക്കുന്നത് കണ്ടാണ് ചിങ്കു വീട്ടിലേക്ക് വന്നത്. അവൾ അതിനെയൊന്ന് തൊട്ട് തലോടി. കറുപ്പ് അവൾക്കേറെ പ്രിയപ്പെട്ടൊരു നിറവുമാണ്. എന്നാലും ഇതാരാവും ബെൻസിൽ ഇവിടെ വരാൻ? അവൾ സ്വയമെന്ന് ആലോചിച്ചു. ശേഷം ചിന്തിച്ചു, ചിന്മയുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആകുമെന്ന് കരുതി. അവൾ എപ്പോഴും പറയാറുണ്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാം നല്ല പണക്കാർ കുട്ടികളാണ്. കൂട്ടത്തിൽ അവൾ മാത്രമേ ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ എന്ന്. വീടും സാഹചര്യങ്ങളുമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് അവൾ അങ്ങനെ കൂട്ടുകാരെ ആരെയും വീട്ടിലേക്ക് ക്ഷണിക്കാറുമില്ല. 3 മുറികളും ഒരു ചെറിയ ഹോളും അടുക്കളയും ഒരു കുഞ്ഞു ബാത്റൂമും ചേർന്ന ഓടിട്ട ഒറ്റനില വീടാണ് ചിലങ്കയുടേത്. ഒരുപാട് മുറ്റമുണ്ട്. മുറ്റത്തിന് ഇരു സൈഡിലും റോസയും മുല്ലയും പിച്ചിയും ജമന്തിയുമൊക്കെ ഭംഗിയായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ടവൾ. നൃത്തം പോലെ തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഗാർഡനിങ്. 3 വർഷത്തിനിടയിൽ ഒരിക്കൽ മാത്രം ചിന്മയുടെ കൂട്ടുകാർ വീട്ടിൽ വന്നു. അത് മനയ്ക്കലെ കാവിലെ ഉത്സവത്തിന്. മനയ്ക്കൽ കാവിലെ ഉത്സവമാണ് ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്ന്. 7 നാൾ മനയ്ക്കലെ ഊട്ടുപുരയിൽ നാട്ടാർക്കെല്ലാം ഭക്ഷണം ഉണ്ടാവും. രാവിലെയും വൈകിട്ടും രാത്രിയും. 7ാം നാളാണ് ഉത്സവം നടക്കുന്നത്. ഓരോന്നൊക്കെ ആലോചിച്ചും സ്വയം പറഞ്ഞും അവൾ വീടിനകത്തേക്ക് കയറി. വീട്ടിലെ ചെറിയ ഹോളിൽ അത്ര പരിചയമില്ലാത്തൊരു മുഖം. മുൻപ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് അവൾ ആലോചിച്ച് നോക്കി. അവൾ കുറച്ചുനേരം അവനെ തന്നെ നോക്കി. നേർത്ത ചെമ്പ് കലർന്ന മുടിയിഴകളും അല്പം നീളമുള്ള കണ്ണുകളും നന്നേ വെളുത്ത നിറവും. വേഷവിധാനങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അവൻ്റെ പ്രൗഢി. അവൾ അല്പനേരം അവനെ തന്നെ നോക്കി നിന്നു. ഒരിക്കൽ നോക്കിയാൽ അല്പനേരം കൂടി നോക്കി നിൽക്കാൻ തോന്നുന്നത്ര സൗന്ദര്യം. ആ, മോള് വന്നല്ലോ. ചന്ദ്രൻ അത് പറഞ്ഞപ്പോൾ അവൾ വന്നിരിക്കുന്നവൻ്റെ മുഖത്ത് നന്നായൊന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇതാരാണെന്ന അർത്ഥത്തിൽ അവൾ ചിന്മയെ നോക്കി കണ്ണ് കാണിച്ചു. എക്സാമിന് വേണ്ടിയുള്ള 1 മാസത്തെ ലീവിന് നാട്ടിൽ വന്നതാണവൾ. പക്ഷെ ചിന്മയുടെ കണ്ണിലെ ഭാഗം ചിലങ്കയ്ക്ക് അതിൻ്റെ അർത്ഥം ഊഹിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പത്മയുടെ മിഴികൾ ചിങ്കുവിനെ നോക്കി ദഹിപ്പിക്കും വിധമുള്ളതായിരുന്നു. അവൾ ചന്ദ്രനെ ഒന്ന് നോക്കി. അവിടെ പക്ഷെ ബാക്കിയുള്ള 2 പേരെ പോലെയുള്ള ഒരു ഭാവവ്യത്യാസവുമില്ല. ഞാൻ ചിലങ്കയോടൊന്ന് സംസാരിച്ചോട്ടെ? പത്മ വേണ്ടെന്ന് പറയും മുമ്പ് ചന്ദ്രൻ സംസാരിച്ചു തുടങ്ങിയിരുന്നു. അതിനെന്താ, സംസാരിച്ചോളൂ. ചന്ദ്രൻ്റെ മറുപടി വന്നതും അവൻ മെല്ലെ മുറ്റത്തേക്കിറങ്ങി. അവൻ ആരാണെന്നറിയാൻ അവൾ പിന്നോട്ട് നോക്കി. കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. പിന്നെ നിൽക്കുന്ന 3 മുഖങ്ങളിലും 3 വ്യത്യസ്ത ഭാവങ്ങൾ. മുറ്റത്തെ മുല്ലച്ചെടിയുടെ അരികിൽ നിൽക്കുകയാണവൻ. അവൾ നടന്ന് അവിടേക്ക് ചെന്നു. ഇത്ര നേരമായിട്ടും അവൾക്ക് അവിടെ നിൽക്കുന്നവൻ ആരാണെന്നോ അവിടെ നടക്കുന്നത് എന്താണെന്നോ മനസ്സിലായിരുന്നില്ല. എന്നെ മനസ്സിലായോ? അവൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. പറയുന്നോണ്ടൊന്നും തോന്നില്ല. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മുമ്പ് എവിടെയോ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഐ വിൽ ടെൽ യു അബൌട്ട് മൈ സെൽഫ്. ഐ ആം സഞ്ജയ്, മനയ്ക്കലെ. എപ്പോഴോ ക്ലാസ്സിൽ കുട്ടികൾ ആരോ കൊണ്ടുവന്ന ബിസിനസ് മാഗസിനെക്കുറിച്ച് അവൾ ഓർത്തുപോയി. സഞ്ജയ് വർമ്മ? അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അവൾക്കിപ്പോൾ മനസ്സിലായി ഈ മുഖം മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. ബിസിനസ് മാഗസിനിൽ മികച്ച ബിസിനസ്മാനുള്ള ഈ വർഷത്തെ അവാർഡ് ലഭിച്ച ചെറുപ്പക്കാരനെക്കുറിച്ച് അവൾ ഓർത്തു. അവൻ്റെ സൗന്ദര്യം നോക്കി വെള്ളമിറക്കിയ സഹപാഠികളെയും ഒപ്പം അവൾ ഓർത്തു. തലേന്ന് സാർ കൊടുത്ത ഹോംവർക്ക് പിറ്റേന്ന് രാവിലെ അവളുടെ കൂട്ടുകാരി പൗർണമിയുടെ ബുക്കിൽ നോക്കി പകർത്തി എഴുതുകയായിരുന്നു. പക്ഷെ കൂട്ടുകാരികളുടെ വർണ്ണനകൾ കേട്ട് കാത് തഴമ്പിച്ചപ്പോഴാണ്
ഇതാരാപ്പാ ഇത്ര സുന്ദരൻ എന്നറിയാനുള്ള ആകാംക്ഷയിൽ അവളും ആ മാഗസിനിലേക്ക് ഒന്ന് എത്തി നോക്കിയത്. അപ്പോഴാണ് ഈ മുഖം കണ്ടത്. അവൾ മനസ്സിൽ തീർച്ചപ്പെടുത്തി. ചിലങ്ക കേൾക്കുന്നുണ്ടോ? ഓ, സാറിനെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഭംഗിയുള്ള ചിരിയിലേക്ക് കണ്ണെടുക്കാതെ നോക്കിപ്പോയവൾ. എന്നെയോ? എവിടെ? അവൻ്റെ വാക്കുകളിൽ ആശ്ചര്യം. അത് ബിസിനസ് മാഗസിനിൽ ക്ലാസ്സിൽ ഒരു കുട്ടി കൊണ്ടുവന്നപ്പോൾ അതിൽ ഞാൻ സാറിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. സാറോ? ഞാൻ തന്നെ എപ്പോഴെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് താൻ ഈ സാറെന്ന് വിളിക്കുന്നത്? അത് പിന്നെ അതൊക്കെ പോട്ടെ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയാമോ? അച്ഛൻ പണ്ട് മനക്കലെ കാര്യസ്ഥനായിരുന്നു. അച്ഛനെ കാണാൻ വന്നതാണോ? അതുമുണ്ട്, കൂടെ മറ്റൊരു കാര്യവുമുണ്ട്. ഞാൻ ചിലങ്കയുടെ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട്. എന്ത് കാര്യം? എനിക്ക് ചിലങ്കയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. നല്ലതുപോലെ ആലോചിച്ച് ഫൈനൽ ഡിസിഷൻ പറഞ്ഞാൽ മതി. എന്നെയോ? അവളുടെ കണ്ണുകളിൽ അത്ഭുതം. ഇനി അതോ അവൻ തന്നെ കളിയാക്കുവാണോ? അങ്ങനെയൊക്കെയുള്ള പാവങ്ങൾ മാറി മാറി വന്നു. നിങ്ങൾക്ക് ആള് മാറിപ്പോയതാവും, എന്നെ ആവില്ല. അതെന്താ? ചിലങ്ക അത്രയ്ക്ക് മോശം വ്യക്തിയാണോ? അങ്ങനല്ല, നിങ്ങൾക്കൊപ്പം. അവൾ പറഞ്ഞു തുടങ്ങിയതേ അവൻ കൈ ഉയർത്തി തടഞ്ഞു. അവൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അവന് മനസ്സിലായതുപോലെ. ഞാൻ ചോദിച്ചതൊരു കാര്യം, അതിനെനിക്കൊരു ആൻസർ വേണം. ഒരു 1 വീക്ക് എടുത്ത് ചിലങ്കി ആലോചിച്ചോളൂ. ശേഷം ഒരു മറുപടി പറഞ്ഞാൽ മതി. അവളൊന്ന് തലയാട്ടും മുൻപ് അവൻ ചന്ദ്രനോട് യാത്ര പറഞ്ഞ് പോകാനിറങ്ങി. അവൻ്റെ കാറ് ആ മുറ്റം കടന്നതും പത്മയുടെ അടി അവളുടെ നടുംപുറത്ത് വീണതും ഒരുമിച്ചായിരുന്നു. അപ്രതീക്ഷിതമായതിനാൽ അവൾക്കൊന്ന് ഒഴിഞ്ഞു മാറാൻ പോലും കഴിഞ്ഞില്ല. ആ ഒറ്റ അടിയിലൂടെ അവളുടെ നട്ടെല്ലിലേക്കൊരു തരിപ്പ് പടർന്നു. എന്തോ നടി അസത്തെ നീ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇതിനൊക്കെ നിനക്ക് എവിടുന്ന് സമയം കിട്ടി? നീയൊന്ന് അടങ്ങു പത്മേ, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. പത്മയോടായി അത് പറഞ്ഞുകൊണ്ട് അയാൾ ചിലങ്കയ്ക്ക് നേരെ തിരിഞ്ഞു. എന്താ മോളെ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതിൻ്റെ ബാക്കിയായി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളുടെ വരുംവരായികകൾ മനസ്സിലാക്കിക്കൊണ്ടാണോ നീ ഇങ്ങനൊരു സാഹസത്തിന് പുറപ്പെട്ടത്? സത്യം പറഞ്ഞാൽ അവൾക്ക് തല പെരുത്തു പോയി. എന്തൊക്കെയാ ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാത്തൊരവസ്ഥ. എല്ലാം കൂടി ഒരു അവിയൽ പരുവും. ഞാനൊന്ന് കിടന്നോട്ടെ, എനിക്ക് തലയ്ക്കൊക്കെ എന്തോ പോലെ. കെഞ്ചി പറയുന്നത് പോലെയുള്ള അവളുടെ സംസാരത്തിൽ പത്മയ്ക്കും ചന്ദ്രനും പിന്നീട് ഒന്നും പറയാനും തോന്നിയില്ല. മോള് ചെന്നൊന്ന് കിടക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. മൃദുവായി ചന്ദ്രനത് പറയുമ്പോൾ നന്ദിയോടെ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു. അല്പനേരത്തേക്ക് പത്മ ഒന്നും മിണ്ടിയില്ല. അവളെക്കുറിച്ചെല്ലാം അറിയാമായിരുന്നിട്ടും അവളോട് പെരുമാറിയ രീതി അല്പം കടുത്തുപോയിന്ന് ഇതിനോടകം അവർക്കും തോന്നി. അവർ രണ്ടാളും നിശബ്ദമായപ്പോൾ അത്ര നേരം മിണ്ടാതെ നിന്ന് ചിന്മയെ തുടങ്ങി. കണ്ടോ, ഉത്തരം മുട്ടിയപ്പോഴുള്ള അവളുടെ സ്ഥിരം തലവേദന. എനിക്കപ്പോഴേ അറിയായിരുന്നു ഇതവളുടെ ഒത്തുകളിയാണെന്ന്. ചിന്നു നിർത്ത്. അവളൊന്ന് കിടന്നെണീക്കട്ടെ, എന്നിട്ട് അവൻ ബാക്കി സംസാരം. സംഭവിച്ചത് എന്താണെന്ന് അവൾക്കല്ലേ അറിയൂ. അല്ലാതെ നമുക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവളുടെ അഭാവത്തിൽ അവളെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കിട്ടാനാ? ആദ്യം അവൾ ഉണരട്ടെ. അവളുടെ കാര്യങ്ങളെല്ലാം നിനക്കറിയാവുന്നതല്ലേ? ആ ചോദ്യത്തിൽ ചിന്മയി ഒന്നടങ്ങി. ഈ സമയം കടയിൽ നല്ല തിരക്കുണ്ടാകും. ജോലി കഴിഞ്ഞ് പോകുന്നവർ ഒരുപാട് സാധനം വാങ്ങാൻ വരുന്ന സമയമാണ്. വൈകിട്ട് ഞാൻ കടയാ ചെക്കനെ ഏൽപ്പിച്ചിട്ട് നേരത്തെ വരാം. അതിനു മുൻപ് ആരും അവളോടൊന്നും ചോദിക്കാൻ നിൽക്കില്ല, കേട്ടല്ലോ? ഒരു താക്കീത് പോലെ പത്മയും ചിന്മയെ നോക്കിയത് പറഞ്ഞിട്ട് ചന്ദ്രൻ വീടിനരികിലിരുന്ന അയാളുടെ ആക്റ്റീവ എടുത്ത് കടയിലേക്ക് പോയി. പത്മയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ചിന്മയി അത് കണ്ടെങ്കിലും കൂടുതലൊന്നും സംസാരിച്ച് അവരെ വീണ്ടും വിഷമിപ്പിക്കാതെ അകത്തേക്ക് നടന്നു. മുല്ലച്ചെടി പടർപ്പിനരികിൽ കെട്ടിയ സിമൻ്റ് തിട്ടയിലേക്ക് അവരിരുന്നു. 2 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളിലേക്ക് അവരുടെ മനസ്സ് സഞ്ചരിച്ചു. ചിലങ്കി അന്ന് +1 പഠിക്കുന്ന സമയം. ചന്ദ്രൻ പലചരക്ക് കട തുടങ്ങിയ കാലം. റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് എതിരെ വന്ന വാഹനം അവളെ ഇടിക്കുന്നത്. അത്ര ശ്രദ്ധയില്ലാത്ത കുട്ടിയായിരുന്നില്ല അവൾ. വണ്ടിയുടെ അമിത വേഗം തന്നെയാണ് അപകടത്തിന് കാരണം.
നാട്ടുകാരെല്ലാം ഓടിക്കൂടി അവളെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. 8 മാസങ്ങൾക്ക് മുൻപ് ആകെയുള്ള 25 സെൻറ്റ് സ്ഥലത്തിൽ നിന്ന് 5 സെൻറ്റ് വിട്ടിട്ടാണ് ചന്ദ്രൻ കവലയിൽ കട വാങ്ങിയത്. ആയതിനാൽ തന്നെ സ്ഥലം വിറ്റ പൈസയും കയ്യിലുള്ള നീക്കിയിരിപ്പും എല്ലാം തീർന്നു. അതിനും 6 മാസങ്ങൾക്ക് മുൻപെയാണ് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് ചിന്മയെ മെഡിസിന് ചേർത്തത്. ലോണെന്ന് പറഞ്ഞാലും ഫീസിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുകയെ ബാങ്കിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പറ്റാവുന്നവരോടൊക്കെ കടം കൂട്ടി വാങ്ങിയാണ് അവളെ ബാംഗ്ലൂർ ചേർത്തത്. ആക്സിഡൻ്റായ ചിലങ്കയെ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. കാലിനും തലയ്ക്കും സാരമായി പരിക്കേറ്റവളെ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് മനക്കലെ ആശുപത്രിയാണ്. പക്ഷെ അത്രയും വലിയ ആശുപത്രിയിലെ ബില്ലിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഒന്ന് ഭയന്നെങ്കിലും ചിലങ്കയുടെ നിഷ്കളങ്കമായ മുഖം അതോർക്കും തോറും ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയിട്ടാണേലും അവളെ തിരികെ കിട്ടണമെന്ന് മാത്രമേ ആ സമയം ചന്ദ്രൻ ചിന്തിച്ചിരുന്നുള്ളൂ. അങ്ങനെയാണ് അവളെ മനക്കലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ചന്ദ്രൻ പണ്ട് അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. അതുകൊണ്ട് ചെറിയ ഇളവുകൾ ലഭിച്ചെങ്കിലും ബില്ല് വന്നപ്പോൾ അയാളുടെ കണ്ണ് മിഴിഞ്ഞു പോയി. ഇപ്പോൾ ഉള്ളതിൻ്റെ 2 ഇരട്ടി സ്വത്ത് വിറ്റാലും ആ തുകയടയ്ക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അന്ന് ആ ബില്ലും കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് അയാൾ ആ ആശുപത്രി ഇടനാഴിയിൽ നിന്ന് ബാവിട്ട് കരഞ്ഞു. പക്ഷെ പിന്നെ കുറച്ചു നേരത്തിന് ശേഷം എന്ത് അത്ഭുതമാണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അയാളോട് ബിൽ കൗണ്ടറിൽ ചെല്ലാൻ പറഞ്ഞൊരു കോൾ വന്നു. ചുരുട്ടിപ്പിടിച്ച ബില്ലുമായി യാതൊരു നിവൃത്തിയുമില്ലാതെ കൗണ്ടറിന് മുൻപിൽ നിൽക്കുമ്പോൾ അയാൾക്ക് നേരെ വന്നത് ഒരു കെട്ട് പണമാണ്. അവളെ അവിടെ കൊണ്ടുവന്നപ്പോൾ അയാൾ നൽകിയ തുകയായിരുന്നു അത്. ഒപ്പം അവർ ബില്ലടച്ച് തീർത്തതിൻ്റെ ഒരു റെസിപ്റ്റും അയാൾക്ക് നൽകി. ഇതാരാണ് ബില്ലടച്ചതെന്ന് ആവുന്നത്ര അയാൾ ചോദിച്ചിട്ടും കൗണ്ടറിലിരുന്ന പെൺകുട്ടി യാതൊന്നും വിട്ടുപറഞ്ഞില്ല. ഇന്നും അവരുടെ ഓരോ പ്രാർത്ഥനകളിലും ആ മനുഷ്യനുണ്ട്, ആ അജ്ഞാതൻ. തെരുവിലേക്ക് ഇറങ്ങി വന്ന കുടുംബത്തെ കൈ പിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആ വ്യക്തി. അന്ന് ആക്സിഡൻറ്റിന് ശേഷം ഡോക്ടർ ചിലങ്കയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നായിരുന്നു അവളുടെ ഈ തലവേദന. അവൾ ചെയ്യാത്തത്, പറയാത്തത്, ഈ വക കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുമിച്ച് ഒരേ സമയം ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ താങ്ങാനാവാത്ത തരത്തിലുള്ള സ്ട്രെസ്സ് വരുമ്പോൾ ഒക്കെ ഈ തലവേദന അവൾക്ക് വരും. ആക്സിഡൻറ്റിൻ്റെ ബാക്കി പത്രം പോലെ ആ വേദന ഇന്നും അവളെ പിന്തുടരുന്നു. ഇങ്ങനെ തലവേദന വരുന്ന സമയങ്ങളിൽ അതിനുള്ള ഏക മരുന്നെന്ന് പറയുന്നത് കുറച്ച് സമയം അവളെ സ്വതന്ത്രമായി റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക എന്നതാണ്. അവളെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്ര വേദനയുണ്ടെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുവരണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. അതിനുശേഷം ഒന്ന് നുള്ളിപ്പോലും നോവിക്കാതെ സന്തോഷമില്ലാത്ത മറ്റൊരു കാര്യങ്ങളും അവളെ അറിയിക്കാതെയാണ് ആ വീട്ടുകാർ കൊണ്ടു നടന്നത്. ഇതിപ്പോൾ 1.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ. പത്മ കൈകൾ നെഞ്ചിലേക്ക് അമർത്തി പ്രാർത്ഥിച്ചു, അവൾക്ക് പെട്ടെന്ന് സുഖപ്പെടണേ എന്ന്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് നെഞ്ചിനെ നനച്ചു. അന്ന് ചന്ദ്രൻ പതിവിലും നേരത്തെ എത്തി. പക്ഷേ ചിലങ്കി അപ്പോഴും ഉറക്കത്തിലാണ്. അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം ഡോക്ടർ അവൾക്കായി പറഞ്ഞ പല കാര്യങ്ങളും അവളെ അറിയിച്ചിട്ടില്ല. പകരം അവളുടെ ചുറ്റുമുള്ളവർ അത് കണ്ടറിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ശനിയാഴ്ചയും അവൾ കലാക്ഷേത്രയിൽ പോയി നൃത്തം പഠിക്കാറുണ്ട്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ ഡ്രോയിങ് ക്ലാസ്സിന് പോകാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ബാക്കി സമയമാണ് അവൾ പഠിക്കാനും പത്മയെ സഹായിക്കാനും ഗാർഡനിങ്ങിനും വേണ്ടി ചിലവഴിക്കുന്നത്. ഓരോന്നൊക്കെ ഓർത്ത് ചന്ദനിരുന്നു. പത്മയാണെങ്കിൽ പതിവ് സീരിയലുകളൊന്നും കാണാതെ കത്തിത്തീരാറായ നിലവിളക്കിന് മുൻപിൽ കൈ കൂപ്പിയിരിക്കുകയാണ്. അവർക്ക് പേടിയാണ് മനക്കലുകാരെ. വേണ്ടി വന്നാൽ കൊല്ലാനോ നാടുകടത്താൻ പോലോ മടിയില്ലാത്ത ചന്ദ്രൻ പണ്ട് മുതലേ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു. മനക്കൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മക്കളും മരുമക്കളും ചേർന്ന് വീടിൻ്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ ചന്ദ്രനെപ്പോലൊരു കാര്യസ്ഥൻ അവിടെ ഒരു അധികപ്പറ്റാണെന്ന് അയാൾക്ക് തന്നെ തോന്നി. ആ ജോലി അവസാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന രീതികളെപ്പറ്റിയൊക്കെ അയാൾ പറഞ്ഞ്
നല്ല അറിവുണ്ട് പത്മയ്ക്ക്. അവർ പിന്നെയും ചിന്തിച്ചു, എവിടെയാണ് തനിക്ക് പിഴച്ചത്? ഒരിക്കൽ പോലും ചിലങ്ക ഒരാളെ നോക്കുന്നതായോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവൾക്ക് പ്രത്യേക താല്പര്യമുള്ളതായോ അവർക്ക് തോന്നിയിട്ടില്ല. മിടുക്കിയാണവൾ. എല്ലാവരോടും നല്ല സ്നേഹമാണ്. പണ്ടൊക്കെ ആരെങ്കിലും പ്രണയം പറഞ്ഞു വന്നാൽ തമേശ പോലെ തന്നോട് വന്ന് പറയുമായിരുന്നവൾ. ഒരു പൊട്ട അല്പം കൺമഷി, അതിനപ്പുറം അവൾ ഭംഗിയായിട്ടൊന്ന് ഒരുങ്ങുന്നത് പോലും അവർ കണ്ടിട്ടില്ല. പിന്നെ കയ്യിലല്പം കുരുത്തക്കേടുണ്ട്. അല്പമെന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചധികം. എന്നാലും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് അവൾ എത്ര ചിന്തിച്ചിട്ടും അവർക്കത് മാത്രം പിടികിട്ടിയില്ല. സമയമൊക്കെ വൈകി. ഏകദേശം 7 മണിയോടടുപ്പിച്ചു. ആ നേരത്താണ് ചിങ്കു എണീറ്റത്. ഹോളിൽ ചന്ദ്രനും പത്മയും ചിന്നുവുമുണ്ട്. പത്മയ്ക്കും ചന്ദ്രനും ആവശ്യത്തിന് ബന്ധുക്കളൊക്കെ ഉണ്ട്. ആരെയും ഈ നേരം വരെ ഒന്നും അറിയിച്ചിട്ടില്ല. പത്മയ്ക്കൊരാങ്ങളയുണ്ട്, പ്രകാശ്. ഭാര്യ രാജി. അവരിരുവർക്കും 2 മക്കൾ. പ്രവീണും പ്രാർത്ഥനയും. പ്രവീൺ 10ലും പ്രാർത്ഥന 7ലും. ചന്ദ്രന് 2 അനിയന്മാരാണ്. ഒരാൾ ഗൾഫിലാണ്, മറ്റൊരാൾക്ക് നാട്ടിൽ പലചരക്ക് കട. ചിങ്കു, മോൾക്ക് എന്താ ഈ കാര്യത്തിൽ പറയാനുള്ളത്? അതാദ്യം പറയ്, അതിനുശേഷം ബാക്കി തീരുമാനിക്കാം. ഉറക്കം നിന്ന് എഴുന്നേറ്റ് വന്നതാണ് ചിലങ്ക. അച്ഛാ, ഞാൻ സത്യം പറയുന്നത്. ഇന്ന് വന്ന ആളിനെ ഞാൻ ആകെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഒന്ന് ക്ലാസ്സിൽ ഫ്രണ്ട്സ് ബിസിനസ് മാഗസിൻ കൊണ്ടുവന്നപ്പോൾ അതിൽ ബിസിനസ്മാനുള്ള അവാർഡ് വാങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു. പിന്നെ അയാളെ കാണുന്നത് ഞാൻ ഇന്നാ. സത്യം ഞാൻ പറയുന്നേ. ആണയിടുന്നത് പോലെ കെഞ്ചി അവൾ പറഞ്ഞതും പത്മയ്ക്കും ചന്ദ്രനും ഉള്ളു നൊന്തു. ഇനിയിപ്പോൾ അവൾക്കൊരിഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അവൻ നല്ലൊരുവനാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ സമ്മതിക്കാൻ അവർക്കിഷ്ടക്കേടൊന്നും ഇല്ലായിരുന്നു. ഇത് പക്ഷെ മനക്കിലെ ചെക്കൻ. ചന്ദ്രൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. സർ, ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം. ഞാൻ കാര്യസ്ഥനായിരുന്നപ്പോൾ ഈ മോനങ്ങ് അമേരിക്കയിലോ മറ്റോ ആയിരുന്നു. അതിനാൽ തന്നെ ഞാനും കണ്ടിട്ടുള്ളത് ചുരുക്കം ചില അവസരങ്ങളിൽ മാത്രമാണ്. എന്തായാലും നമ്പറുണ്ടല്ലോ, ഞാൻ ഇന്ന് തന്നെ വിളിക്കാം. അതും പറഞ്ഞ് ചന്ദ്രൻ ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. 2-3 ബെല്ലിനപ്പുറം അങ്ങേ തലയ്ക്കൽ ഫോൺ എടുക്കപ്പെട്ടു. ഹലോ ഹലോ, ഞാൻ ചന്ദ്രനാണ്, ചിലങ്കയുടെ അച്ഛൻ. ഇന്നിവിടെ വന്നിരുന്നു. നേരത്തൊരു മുഖവരിയോടുകൂടി ചന്ദ്രൻ സംസാരിച്ചു തുടങ്ങി. ആ പറയൂ അങ്കിൾ. ഇത്ര വേഗം ചിലങ്ക ഒരു ഡിസിഷൻ എടുത്തോ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇങ്ങനൊരു ബന്ധം ഇപ്പം ഞങ്ങൾക്ക് താല്പര്യമില്ല. മോൻ വന്നപ്പോൾ തന്നെ മനസ്സിലായി, വീട്ടിൽ അറിഞ്ഞുകൊണ്ടല്ലെന്ന്. ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. 2 പെൺകുട്ടികളാണ്. അവനയാൾ പറഞ്ഞതൊന്നും കൃത്യമായി മനസ്സിലായിട്ടില്ല. നമുക്കൊന്നുകൂടി കാണാൻ പറ്റുമെങ്കിൽ? വീട്ടിൽ വേണ്ട, മറ്റെവിടെയെങ്കിലും കാണാം. അങ്ങനെ പറയുമ്പോൾ ചന്ദ്രൻ്റെ മനസ്സിൽ അവൻ്റെ കാല് പിടിച്ചിട്ടായാലും ഈ തീരുമാനം മാറ്റണം എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് രാവിലെ തന്നെ സഞ്ജയ് ചന്ദ്രനെ കാണാൻ അയാളുടെ കടയിലെത്തി. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കടക്കാർ മനക്കിലെ കുട്ടിയെ കാണാനായി ചന്ദ്രൻ്റെ കടയിലേക്ക് എത്തി നോക്കി. അങ്കിൾ, നമുക്കെൻ്റെ കാറിലിരുന്ന് സംസാരിക്കാം. മറ്റുള്ളവരുടെ എത്തിനോട്ടവും അടക്കി പിടിച്ചുള്ള സംസാരവും ഒരു പരിധിവരെ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. കാറിലെ AC-ക്കുള്ളിലും ചന്ദ്രനെ വിയർത്തു. പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഞങ്ങൾ ഇതേപ്പറ്റി അവളോട് സംസാരിച്ചു. അവൾക്ക് മോനെ കണ്ട ഓർമ്മ പോലുമില്ല. അങ്ങനെയുള്ളവളെ ഞങ്ങൾ എങ്ങനെയാണ് വിവാഹം കഴിച്ചു തരുന്നത്? എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ചിലങ്ക പറഞ്ഞോ? ഇല്ല, അങ്ങനൊരു ചോദ്യം ഞാൻ അവളോട് ചോദിച്ചതേയില്ല. ചേരാവുന്നത് തമ്മിലെ ചേരുംപടി ചേർക്കാവൂ, അങ്ങനെയൊരു ചൊല്ലുണ്ട്. വിദേശത്ത് പഠിച്ചു വളർന്ന മോന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കാരണവശാലും മനക്കിലുമായി കൂടിച്ചേർക്കാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങളാണ് ഞങ്ങളുടേത്. അതുമാത്രമല്ല, ചിലങ്കയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുമുണ്ട്. അയാൾ അവളെക്കുറിച്ചെല്ലാം അവനോട് പറഞ്ഞു. അതുമാത്രമല്ല, എൻ്റെ മോളൊരു ചെറിയ കുട്ടിയാണ്. വെറും 19 വയസ്സ് മാത്രം പ്രായം. അങ്ങനെയുള്ള കുട്ടിയെ എങ്ങനെയാണ് ഞാൻ? അങ്കിൾ ആദ്യം ചിലങ്കയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആലോചനയുമായി വന്നത്. ചന്ദ്രൻ്റെ മുഖത്തൊരു ഞെട്ടൽ. പത്മയ്ക്കും ചിന്നുവിനും ചന്ദ്രനുമല്ലാതെ മറ്റാർക്കും അതേപ്പറ്റി അറിവില്ല. അത്ര വലിയൊരു കാര്യമല്ലെങ്കിൽ പോലും ബന്ധുക്കളോട് പോലും പറഞ്ഞിട്ടില്ല. കാരണം
മറ്റുള്ളവരുടെ മുൻപിൽ സഹതാപം കാണിച്ചിട്ട് അവരുടെ അഭാവത്തിൽ ചിലങ്കയ്ക്ക് ആക്സിഡൻറ്റിൽ ഭ്രാന്തായെന്നുവരെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാരാണ്. ചന്ദ്രൻ കൂടുതലായി എന്തേലും ചിന്തിക്കും മുൻപേ അവൻ സംസാരിച്ചു തുടങ്ങി. 19 വയസ്സ്. ഐ തിങ്ക് വിവാഹം കഴിക്കാൻ 18 വയസ്സല്ലേ വേണ്ടത്? ആക്ച്വലി അങ്കിൾ, ഞാനും ഒരു വിവാഹത്തിന് മെൻ്റലി ഒട്ടും തയ്യാറല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്? മുത്തശ്ശി പറഞ്ഞിരിക്കുന്നു, 28 വയസ്സിന് മുമ്പ് എൻ്റെ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കൊരു മംഗല്യയോഗമേ ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഞാനും മാരേജിന് ഇത്രമാത്രം ധൃതി വയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും മോൻ്റെ പ്രായത്തിനും ചേർന്ന ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്താൽ പോരെ? അതല്ലേ നല്ലത്. ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിങ്ങളുടെ മകളെയാണ് ഇഷ്ടമായത്. സോ ഞാനൊരു വിവാഹം കഴിക്കുന്നെങ്കിൽ വധു നിങ്ങളുടെ മകൾ ചിലങ്ക മാത്രമായിരിക്കും. തീർപ്പ് പോലെ അവനത് പറഞ്ഞു നിർത്തി. ചന്ദ്രൻ മറുപടി ഇല്ലാതെ വിഷമിച്ചു. നാളെ തന്നെ ഞാൻ മനക്കിലുള്ളവരുമായി പെണ്ണ് കാണാൻ വരും. ഏറ്റവും അടുത്ത മുഹൂർത്തത്തെ വിവാഹം. ചന്ദ്രനൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി. എൻ്റെ മകളല്ലേ, എൻ്റെ അനുവാദം വേണ്ടേ? അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് അയാളുടെ മനസ്സിൽ. വണ്ടിയിൽ നിന്നിറങ്ങി കടയിലേക്ക് നടക്കുമ്പോഴും അയാളുടെ മനസ്സ് കലുഷിതമായിരുന്നു. അന്നേ ദിവസം വൈകിട്ട് മനക്കിലെ ലിവിംഗ് റൂമിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ബന്ധുക്കളെല്ലാവരും. സഞ്ജയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ട്. കാര്യം എന്താണെന്ന് ആർക്കും അറിയില്ല. അവരെല്ലാം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 മിനിറ്റോളം ആയിരിക്കുന്നു. കൃത്യം 6:15 സഞ്ജയ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയം ഇപ്പോഴും 6:10 ആയിട്ടുള്ളൂ. കൃത്യനിഷ്ഠ എന്നത് അവന് നിർബന്ധമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ പഴമ വിളിച്ചോതുന്ന, എന്നാൽ അകത്തേക്ക് കയറിയാൽ പുറത്തെ പഴയതുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ അത്ര മോഡേൺ രീതിയിലാണ് മനക്കിൽ തറവാട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഓരോ വർഷവും തറവാട് റെനോവേറ്റ് ചെയ്യും. അതെല്ലാം സഞ്ജയുടെ മനസ്സിലെ പ്ലാൻ അനുസരിച്ചുമാണ്. ലിവിംഗ് റൂമിൽ ഒത്തുകൂടിയിരിക്കുന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ലിവിംഗ് റൂമിലെ ഏറ്റവും വലിയ കസേരയിൽ സരസ്വതിയുണ്ട്. മനക്കിലെ പത്മനാഭൻ്റെ ഭാര്യ, നാട്ടാരുടെ എല്ലാം മനക്കലമ്മ. അവർക്കിപ്പുറത്തായി മൂത്ത മകൻ ഗോപിനാഥനും ഭാര്യ സൗദാമിനിയും. അവർക്കുമരികിൽ അവരുടെ ഒരേയൊരു മകൾ സഹ്യ. സഹ്യ എഞ്ചിനീയറാണ്. മനക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ സീനിയർ എഞ്ചിനീയറാണവൾ. വയസ്സ് ഏകദേശം 32 അടുപ്പിച്ച്. പക്ഷെ ഒരു വിവാഹത്തിനൊന്നും അവൾക്ക് താല്പര്യമില്ല. യാത്രകളോടാണ് ഇഷ്ടം. പണ്ടെപ്പോഴോ നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൽ കുരുങ്ങിക്കിടക്കുകയാണവൾ ഇപ്പോഴും. അതുകൊണ്ട് തന്നെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ലീവെടുത്ത് യാത്ര പോകുന്നതാണ് അവളുടെ വിനോദം. രണ്ടാമതുള്ളത് ഒരു മകളാണ്, പ്രിയദർശിനി. ഭർത്താവ് സച്ചിദാനന്ദൻ. ഇരുവരും ഡോക്ടേഴ്സാണ്. പ്രിയ ഗൈനക്കും സച്ചി പീഡിയാട്രിഷ്യനും. അവർക്കിരുവർക്കും ഒരേയൊരു മകൻ സഞ്ജയ് വർമ്മ. മനക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ തല. പ്രായം കൊണ്ട് പലർക്കും അവൻ ഇളയതാണെങ്കിലും അവൻ്റെ വാക്കാണ് ആ വീട്ടിലെ അവസാന വാക്ക്. മൂന്നാമത്തേതുള്ളതൊരു മകനാണ്, സ്വാമിനാഥൻ. ഭാര്യ ഗായത്രി ദേവി. ഗായത്രി വീട്ടമ്മയാണ്. ജോലിക്കൊന്നും പോകാൻ വലിയ താല്പര്യമില്ലവർക്ക്. അവർ കൂടുതലും വീട്ടുകാര്യങ്ങളും വീട്ടിലെ അംഗങ്ങളുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓരോന്നിനും മേൽനോട്ടം വഹിച്ചു പോകും. അവർക്ക് 3 മക്കൾ, അവനിയും അതിത്രിയും അഭിഷേകും. അവന് MBBS 3 വർഷമാണ് പഠിക്കുന്നത് അമേരിക്കയിൽ. ആദിത്രിയും അഭിഷേകും ഡിഗ്രി ഫസ്റ്റ് ഇയർ BSc മാത്സ്. 4മതൊരു മകനുണ്ട്, സേതുനാഥ്. ഭാര്യ സാവിത്രി ദേവി. ഗായത്രിയും സാവിത്രിയും ചേട്ടത്തെയും അനിയത്തിയുമാണ്. സ്വാമിനാഥൻ ഗായത്രിയെ വിവാഹം ചെയ്ത ശേഷം സേതുനാഥൻ സാവിത്രിയെ കാണുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. സാവിത്രിയും ഗായത്രിയെപ്പോലെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിപ്പോന്നു. അവർക്കൊരു പെണ്ണും ഒരാണും. മകൻ സൂര്യദേവ് ആളൊരു അധ്യാപകനാണ്. മനക്കൽ ഗ്രൂപ്പ്സിൻ്റെ കീഴിൽ വരുന്ന കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണവൻ. മകൾ സാക്ഷി മെഡിസിൻ പഠനം കഴിഞ്ഞു. മനക്കൽ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 3 മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. വീട്ടിലെ ആണുങ്ങളെല്ലാം മനക്കൽ ഗ്രൂപ്പ്സിൽ തന്നെ പല തസ്തികകളിലായി ജോലി ചെയ്യുന്നു. അവരുടെ പാരമ്പര്യം അനുസരിച്ച് തറവാട് വീട് കുടുംബത്തിലെ പെണ്ണിനുള്ളതാണ്. മനക്കിലെ പത്മനാഭൻ മരിക്കും മുൻപ് തന്നെ സ്വത്ത് വകകളൊക്കെ തൻ്റെ ഭാര്യയുടെ കാലശേഷം മക്കൾക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ രണ്ടാളുടെയും കാലശേഷം മാത്രമേ മക്കൾ വേർപെട്ട് താമസിക്കാവൂ എന്നൊരു കാര്യവും വിൽപ്പത്രത്തിൽ പറയുന്നുണ്ട്. അതിനു മുൻപായി
ആരേലും വീട് വിട്ട് മാറി താമസിച്ചാൽ അവരുടെ സ്വത്തുക്കളെല്ലാം മറ്റുള്ളവർക്ക് തുല്യമായി വീതിച്ചെടുക്കാമെന്നും പറഞ്ഞു. അതിനാൽ തന്നെ എല്ലാവരും ഇപ്പോഴും കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. ഉള്ളതിൽ ഇത്തിരി ഭേദം പ്രിയയും ഗായത്രിയാണ്. ബാക്കി എല്ലാവരും പലവിധമാണ്. ക്ലോക്കിലെ മണി 6:15 അടിച്ചതും എല്ലാവരുടെയും നോട്ടം സ്റ്റെയർകേസിന് നേരെ. അവരുടെ മുൻവിധികൾ തെറ്റിക്കാതെ ഒരുവൻ സ്റ്റെപ്പിറങ്ങി വരുന്നുണ്ട്. അവൻ വന്ന് മുത്തശ്ശിക്കടുത്ത് അവനു വേണ്ടി ഒഴിച്ചിട്ട് ചെയറിലിരുന്നു. എന്താ മോനെ പറയാനുണ്ടെന്ന് പറഞ്ഞത്? മുത്തശ്ശിയാണ് സംസാരത്തിന് തുടക്കം കുറിച്ചത്. മുത്തശ്ശിക്കേറെ സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് കൂട്ടിക്കോ. അവനാകെ ആ വീട്ടിൽ സോഫ്റ്റായി പെരുമാറുന്നത് അവൻ്റെ മുത്തശ്ശിയോടാണ്. ബാക്കി എല്ലാവരും ഒരു ചെറിയ അകലമിട്ടാണ് നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി. എൻ്റെ കുട്ടി വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു അല്ലേ? അതെ, പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. ഞാൻ പറയുന്ന ആളാവണം എൻ്റെ വധു. അതിനെന്താ കുട്ടിയെ? നല്ലതല്ലേ നീ കണ്ടുപിടിക്കൂ. അതുമാത്രമില്ല, ജീവിക്കേണ്ടത് നിങ്ങളൊന്നിച്ചല്ലേ. അപ്പോൾ മനസ്സിനിണങ്ങിയ ആളെ തന്നെ വിവാഹം കഴിക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അവൻ്റെ മുടിയിഴകളിൽ തലോടി അവരത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് പൂനില ഉദിച്ച സന്തോഷം. പ്രിയയ്ക്കോ സച്ചിക്കോ എതിരഭിപ്രായമില്ല. അവൻ്റെ സന്തോഷമാണ് അവർക്കും വലുത്. അക്കാര്യത്തിൽ പ്രിയയ്ക്കും സച്ചിക്കും ഒരേ അഭിപ്രായമായിരുന്നു. പക്ഷേ പല മുഖങ്ങളിലും ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു ആ നേരം കൊണ്ട്. അല്ല, ആളാരാണെന്ന് പറഞ്ഞില്ല. അറിയാനുള്ള ജിജ്ഞാസ അത്രയും നിറഞ്ഞു നിന്നിരുന്ന ഗായത്രിയുടെ ചോദ്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അറിയും. നമ്മുടെ പഴയ കാര്യസ്ഥനില്ലേ? ഏകദേശം എല്ലാവരുടെയും മുഖം കറുത്തു തുടങ്ങി. അയാളുടെ മകൾ. ആര്? ചിന്മയോ? സാവിത്രിയായിരുന്നു അത്. അല്ല, ചിലങ്ക. മണി മുഴങ്ങും പോലെ അവൻ്റെ ശബ്ദം. കുറച്ച് നേരത്തേക്ക് എല്ലാവരും ഒന്ന് നിശബ്ദരായി. മുത്തശ്ശിയുടെ വാക്കുകൾക്ക് കാതോർത്ത് നിൽക്കുകയാണ് എല്ലാവരും. അത് വേണോ മോനെ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് മനസ്സിനിണങ്ങിയ ആളെ വേണം നമ്മൾ വിവാഹം കഴിക്കാനെന്ന്? എന്നിട്ടിപ്പോൾ അവൻ്റെ മുഖത്ത് പതിവിൽ കവിഞ്ഞ ഗൗരവം. അല്ലേ, ഇവനിതെന്തൊക്കെയാണ് പറയുന്നതെന്ന് അമ്മയ്ക്ക് വല്ല ബോധവുമുണ്ടോ? ഭാവിയിലെ മനയ്ക്കലെ അവകാശിയെ തരേണ്ടവൾ, മനയ്ക്കലെ ഉപ്പും ചോറും തിന്നു വളർന്ന കാര്യസ്ഥൻ്റെ മകൾ. ഇവന് ഭ്രാന്തായോ? പണ്ട് അവരൊക്കെ ഈ വീടിൻ്റെ പിന്നാമ്പുറം വഴിയാണ് കയറിക്കൊണ്ടിരുന്നത്. ആ അവളെയാണ് ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയെ വാഴിക്കണമെന്ന് ഇവൻ പറയുന്നത്. ഇവൻ്റെ ഗോപിനാഥനായിരുന്നു അതെല്ലാം പറഞ്ഞത്. മറ്റു പലരുടെയും മനസ്സിലതെല്ലാം ഉണ്ടെങ്കിലും സഞ്ജുവിനെ പേടിച്ച് തുറന്നു പറയാൻ കഴിയാതെ നിന്നു. പിന്നെ അയാൾ എന്തോ പറയാൻ തുടങ്ങും മുമ്പ് ഹോളിലെ ഫ്ലവർ വൈസ് നിലത്ത് വീണുടഞ്ഞു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. മുത്തശ്ശി അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചു. മറ്റെല്ലാ മുഖങ്ങളിലും ഭയം. സഞ്ജു, ഇത് വേണോ? നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ. അയാളുടെ ഇളയ മകളെന്ന് പറയുമ്പോൾ നമ്മുടെ ആദിത്രയുടെ പ്രായം. അത്രയും ചെറിയ കുട്ടി. അവൾക്ക് കുറച്ചുകൂടി വയസ്സാകുന്നതുവരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. പക്ഷേ മുത്തശ്ശിയല്ലേ പറഞ്ഞത് 28-ന് മുൻപ് എൻ്റെ വിവാഹം വേണമെന്ന്? അതെല്ലാം ശരി തന്നെ. പക്ഷേ ഈ കുട്ടി, അത് വേണ്ട മോനെ. ഈ ജന്മത്തിൽ സഞ്ജയ്ക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ വധു ചിലങ്കയായിരിക്കും. അത്രയും പറഞ്ഞ് കാറ്റുപോലെ വെട്ടിത്തിരിഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു. താഴെ എല്ലാവരും പല പല ചർച്ചകളിൽ മുഴുകി. അവൾ ചാക്കിട്ട് പിടിച്ചതാവും നമ്മുടെ ചെക്കനെ. കണ്ണും കയ്യും കാട്ടി ആണുങ്ങളെ മയക്കാൻ കേമിയാ. അവളുടെ തള്ള എന്താ മോശമാണോ? സൗദാമിനിയും സാവിത്രിയും ആരും കേൾക്കാതെ പരദൂഷണം കെട്ടഴിച്ചു. പ്രിയദർശിനിയും സച്ചിദാനന്ദനും ചർച്ചകളിലൊന്നും പെടാതെ അവരുടെ റൂമിലേക്ക് പോയി. തനിക്കറിയോ കുട്ടിയെ? സച്ചിയാണ്. അയാൾക്കത് ആരാണെന്ന് കൃത്യമായി മനസ്സിലായിട്ടില്ല. സച്ചിയേട്ടന് ഓർമ്മയുണ്ടോ? മനക്കിലെ ഉത്സവത്തിന് വർഷങ്ങളോളം നൃത്തം ചെയ്യാറുള്ള ഒരു കുട്ടിയില്ലേ? എങ്ങനെ ഇപ്പം പറയുക? നന്നേ വെളുത്തിട്ട് അത്ര വണ്ണമൊന്നും ഇല്ലാത്ത. പറഞ്ഞു തരാൻ എനിക്ക് കിട്ടുന്നുമില്ല. പക്ഷേ നല്ല മിടുക്കി കുട്ടിയാ. എത്ര വർഷമായിട്ട് ഇവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. കലാക്ഷേത്രയിലാണ് പഠിക്കുന്നത്. ഒരിക്കൽ ഞാൻ ആദിത്രയെ കൂട്ടാൻ കലാക്ഷേത്രയിൽ പോയപ്പോൾ അവിടെ നിൽക്കുന്ന കണ്ടു. എന്നിട്ട് തനിക്കിഷ്ടായോ? അതൊരു ചെറിയ കുട്ടിയാ. വിവാഹം കഴിക്കാനുള്ള പ്രായം പോലും ആ കുട്ടിക്ക് ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനല്ല, നമ്മുടെ മകനായിട്ട് ഈ വീട്ടിലേക്ക് വന്നാൽ താൻ പൂർണ്ണ മനസ്സോടെ ആ കുട്ടിയെ സ്വീകരിക്കുമോ? ഇക്കാര്യത്തിൽ
ഞാൻ എൻ്റെ മകൻ്റെ ഒപ്പം നിൽക്കും. കാരണം അവനൊപ്പം ജീവിക്കാൻ വരുമ്പോൾ അവനെ ഇഷ്ടമുള്ള കുട്ടിയാവണ്ടേ? അതും ശരിയാണ്. അന്നേ രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ പലരും പലവിധ ചിന്തകളിലായിരുന്നു. ചിലങ്ക ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇടയ്ക്കിടയ്ക്ക് കാരണമില്ലാതെ കണ്ണ് നിറയുന്നുണ്ട്. പിറ്റേ ദിവസം കോളേജ് വിട്ട് മടങ്ങി വരുമ്പോൾ വീട്ടുമുറ്റത്ത് വീണ്ടും 2-3 കാറുകൾ. അതിൽ സഞ്ജയുടെ ബെൻസ് അവൾ വേഗം തിരിച്ചറിഞ്ഞു. പിന്നെയും 2 കാറുകൾ. പിന്നാമ്പുറത്തെ വഴി കയറണോ അതോ തിരിച്ചു പോകണോ എന്നൊക്കെയുള്ള ആലോചനകളിൽ അവൾ മുഴുകി നിൽക്കുന്നു. അതേ സമയത്തൊരു കോൾ വന്ന് അത് സംസാരിക്കാനായി സഞ്ജയ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ചിലങ്ക എന്താണ് അവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. അവൾ അകത്തേക്ക് കയറി. പിന്നാലെ തന്നെ അവനും. അധികം പരിചയമില്ലാത്ത 3-4 മുഖങ്ങൾ. അതിനവൾക്ക് ആകെ കണ്ട് പരിചയമുള്ളത് മനക്കിലമ്മ മാത്രമാണ്. അവൻ അവൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി. ഇത് മുത്തശ്ശി, ഇതമ്മ, അച്ഛൻ, ഇത് വല്യച്ഛൻ്റെ മകൾ, ഇതമ്മയുടെ ബ്രദറിൻ്റെ വൈഫ്. ഇത്രയും പേര് മാത്രമേ വന്നുള്ളൂ. എല്ലാവരെയും ക്ഷണിച്ചിരുന്നതാണ്. പക്ഷെ ബാക്കിയുള്ളവർ ഓരോരുത്തരും ഓരോ തിരക്ക് അഭിനയിച്ച് മാറി നിന്നപ്പോൾ താല്പര്യമുള്ളവരെയും കൂട്ടി അവൻ വന്നു. അവൾ അവരെ എല്ലാം നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പ്രിയ കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കോളേജ് യൂണിഫോമിലാണ് നിൽപ്പ് കാണുമ്പോഴേ അറിയാം ഒരു വികൃതി കുട്ടിയാണെന്ന്. അല്പം ഉലഞ്ഞുപോയ മുടിയിഴകളും ഭാരം തിങ്ങിയ ബാഗും മാഞ്ഞു തുടങ്ങിയ നെറ്റിയിലെ മഞ്ഞൾ ചന്ദനവും അലങ്കാരങ്ങളെന്ന് എടുത്തു പറയാൻ തക്കതായി യാതൊന്നും അവളിലില്ല. പക്ഷേ കണ്ണുകൾക്കൊരു തിളക്കമുണ്ട്. മൊത്തത്തിൽ നിഷ്കളങ്കയായൊരു പെൺകുട്ടി. സഞ്ജുവിൻ്റെ ദേഷ്യം, ഒപ്പം അവൻ്റെ രീതികൾ, ഇതൊക്കെ താങ്ങാൻ ആ കുട്ടിക്ക് കഴിയോ? അതിനേക്കാൾ ഉപരി ഈ കുട്ടിക്ക് സഞ്ജുവിനോട് ഇഷ്ടമുണ്ടോ? അവളുടെ മുഖഭാവം വെച്ച് നോക്കിയാൽ അവനെ കണ്ട തിളക്കമൊന്നും ആ കണ്ണിലില്ല. പകരം എല്ലാവരെയും ഒരുമിച്ച് കണ്ട പകപ്പ് മാത്രം. പ്രിയ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. ദിവസങ്ങൾ കടന്നുപോയി. സഞ്ജയ് അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഒടുക്കം പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും ഭാഗികമായി മനക്കിലുള്ളവർ വിവാഹത്തിന് അർത്ഥസമ്മതം മൂളി. അന്നേ ദിവസം വൈകിട്ട് സഞ്ജയ് മുത്തശ്ശിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഇതെന്താ ഇപ്പോൾ പതിവില്ലാത്തൊരു വരവ്? ഇനി എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത്? അവരുടെ സംസാരത്തിൽ പരിഭവം നിറഞ്ഞു. മുത്തശ്ശി, എനിക്കൊരു സഹായം കൂടി ചെയ്യണം. ഇനി എന്താണാവോ? കട്ടിലിൽ കാല് നിവർത്തിയിട്ടിരിക്കുന്നവരുടെ മടിയിലേക്ക് തലവെച്ചവൻ കിടന്നു. ആ കുട്ടിക്കെന്നെ ഇഷ്ടമല്ല. അവരുടെ മുഖത്തൊരു ഞെട്ടൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രണയമല്ലേ? പ്രണയമാണ്. പക്ഷേ എനിക്ക് മാത്രം പ്രണയമുള്ളൂ, അവൾക്ക് ഇങ്ങോട്ടില്ല. അത് കേട്ടതും അവർ തലയ്ക്ക് കൈ കൊടുത്തു. ഞാൻ എന്തു ചെയ്യാനാ? ഇഷ്ടമില്ലാത്തവരെ ഇഷ്ടപ്പെടുത്താനുള്ള യാതൊരു ജാലവിദ്യയും എനിക്കറിയില്ല. ഞാനൊട്ട് പഠിച്ചിട്ടുമില്ല. അവരുടെ മുഖം കനത്തു. മുത്തശ്ശി ഒന്ന് അവളുടെ വീട്ടുകാരോട് സംസാരിക്കേ. അല്ലൽ വേണ്ട, അവളോട് സംസാരിച്ചാലും മതി. ഇനി നിനക്ക് വേണ്ടി ഞാൻ അവളുടെ കാല് പിടിക്കണോ? ആരും എനിക്ക് വേണ്ടി കാല് പിടിക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞതുമില്ല. ഞൊടിയിടയിൽ അവന് ദേഷ്യം വന്നു. അവൻ അവരുടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നിക്കയുടെ ചെക്ക അവിടെ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതെങ്ങനാ മൂക്കത്താ ചുണ്ടി. നിന്റെ മുത്തശ്ശനല്ലേ ഇത്രയും ദേഷ്യം? എണീറ്റ് പോകാൻ തുനിഞ്ഞവൾ അവിടെ തന്നെ ഇരുന്നു. നിനക്ക് വേണ്ടി വേണേ ഞാൻ അവളുടെ കാല് വേണേലും പിടിക്കും. അയ്യടാ, എന്നിട്ട് എന്തായിരുന്നു ലിവിങ് റൂമിൽ വെച്ചുള്ള പെർഫോമൻസ്? അത് വേണോ? അത് വേണ്ടേ? കൊള്ളാം മുത്തശ്ശി. അത് പിന്നെ എല്ലാം എന്നോട് പറഞ്ഞിട്ട് ഈ കാര്യം മാത്രം നീ പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ഒരു പരിഭവം. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം, നാളെ തന്നെ ഞാൻ ആ കുട്ടിയെ പോയി കാണാം, പോരെ? മതി എൻ്റെ ചക്കര മുത്തശ്ശി. അവൻ അവരുടെ കവിളിൽ ചുണ്ടമർത്തി. അവൻ ഈ വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ എടുക്കുന്ന ഒരേ ഒരാൾ അവൻ്റെ മുത്തശ്ശി മാത്രമാണ്. അല്ലെങ്കിൽ മുത്തശ്ശിയോട് മാത്രമേ ഇങ്ങനൊരു സ്നേഹം അവനുള്ളൂ. അവർക്കിടയിൽ അന്തർധാര വളരെ സജീവമായിരുന്നു. പിറ്റേന്ന് അവൻ പറഞ്ഞതുപോലെ മുത്തശ്ശി അവളെ പോയി കണ്ടു. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു വന്ന ചിലങ്ക ചന്ദ്രനെ കാത്തിരുന്നു. അയാൾ വന്നതും അവളെ മനക്കിലമ്മ കാണാൻ വന്നതും അവർ പറഞ്ഞതുമെല്ലാം ചിലതൊഴുകി അവൾ അവരോട് പറഞ്ഞു. കേട്ടപ്പോൾ ചന്ദ്രനൊരു ആശ്വാസം. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമുള്ള ഒരു താലികെട്ട് ചടങ്ങ്, അതും മനക്കലെ കാവിൽ വെച്ച്. അവിടുത്തെ ഊട്ടുപുരി ഭക്ഷണവും. അങ്ങനെയാണ് തീരുമാനം. ചടങ്ങുകൾ വളരെ ലളിതമാകണമെന്ന്
മനക്കിലമ്മ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിലും സഞ്ജുവിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. കല്യാണം നടത്താനുള്ള ചെലവിനു കൂടി ചന്ദ്രൻ ആരോടും കടം വാങ്ങരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. സെറ്റ് സാരി ഉടുത്ത് മിതമായ ആഭരണങ്ങൾ ചിലങ്ക ധരിച്ചത് അത് കണ്ടതും അവൻ്റെ മനസ്സ് തുടിച്ചു. അവളുടെ മുഖത്ത് സന്തോഷത്തിനേക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ വിചാരങ്ങളായിരുന്നു. മുഹൂർത്തമായപ്പോൾ സഞ്ജയുടെ താലി ചിലങ്കയുടെ കഴുത്തിൽ വീണു. അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. നെറുകെ കുങ്കുമം തൊട്ടപ്പോൾ ഒരു നുള്ള് അവളുടെ മൂക്കിൻ തുമ്പിൽ വീണു. മറ്റൊന്നും ചിന്തിക്കാതെ അവനൊന്ന് ഊതി. അവൻ്റെ ആ പ്രവൃത്തിയിലാണ് അവൾ കണ്ണു തുറന്നത്. കൺമുമ്പിൽ അത്രയും അടുത്ത് അവനെ കണ്ടതും അവൾ അറിയാതെ മുഖം പിന്നിലേക്ക് ആഞ്ഞുപോയി. അവനിലൊരു ചിരി വിരിഞ്ഞു. അവൾ പരിസരം മറന്ന് അവനെ നോക്കി നിന്നു. ചിന്മയ്ക്ക് എന്തിനൊക്കെയോ ദേഷ്യം വന്നു. ആദ്യം താനായിരുന്നു വിവാഹം കഴിക്കേണ്ടതെന്ന ചിന്തയും. അച്ഛനും അമ്മയും ഒരു പക്ഷേ ചിലങ്കയ്ക്ക് വിവാഹത്തിനുള്ള പക്വത എത്തിയില്ല. പകരം ചിന്മയെ വിവാഹം കഴിപ്പിക്കാൻ അവനെ നിർബന്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൻ വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചേനെ. അവൻ തന്നെ വിവാഹം കഴിച്ചേനെ. അങ്ങനെയെങ്കിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ തേടിയെത്തിയേനെ എന്നൊക്കെയുള്ള അനാവശ്യ ചിന്തകൾ അവളെ പിടികൂടി. തെറ്റാണെന്നറിയാമെങ്കിലും അറിയാതെ അവൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ മുഖം പൊത്തി കരഞ്ഞവളെ പ്രിയ ആശ്വസിപ്പിക്കാൻ ചെല്ലും മുൻപ് സഞ്ജയ് ചേർത്ത് പിടിച്ചു. അവൾ അകന്നു പോകവേ ചന്ദ്രനും പത്മിയും കണ്ണീരോടെ നോക്കി നിന്നു. അന്നേ ദിവസം വൈകിട്ട് മനക്കൽ വെച്ച് അവരുടെ റിസപ്ഷനും ഉണ്ടായിരുന്നു. പ്രിയയും സച്ചിയും ചന്ദ്രനെയും പത്മിയെയും അവരുടെ ബന്ധുക്കളെയും ക്ഷണിച്ചു. പ്രിയദർശിനി നൽകിയ വിളക്കും കൊണ്ട് മനക്കിലേക്ക് കയറിയവൾക്ക് എന്തിനെന്നറിയാതെ ഭയമോ പകപ്പോ ഒക്കെയായിരുന്നു. ആൾക്കൂട്ടത്തിൽ തനിച്ചായതുപോലൊരു തോന്നൽ. പെട്ടെന്നാണ് അവളുടെ കൈത്തണ്ടയിൽ ഒരു പിടി വീണത്. ഞെട്ടിത്തെറിച്ച് നോക്കിയപ്പോൾ സഞ്ജുവാണ്. പേടിച്ചു പോയോ? മറുപടി പറയാതെ അവനെ തന്നെ നോക്കി നിന്നതും അവൻ കണ്ണ് ചെമ്മി ചിരിച്ചതും ഒരുമിച്ചാണ്. വാ, റൂമിലേക്ക് പോകാം. അവളുടെ കണ്ണിൽ അപ്രത്യക്ഷമായ പകപ്പ് വീണ്ടും നിറഞ്ഞു. ചിലങ്കയ്ക്ക് ഡ്രസ്സ് മാറണ്ടേ? വാ. അവളുടെ കൈയും പിടിച്ച് മുകളിലേക്ക് കയറിപ്പോകുന്നവനെ മൂക്കത്ത് വിരലും വെച്ച് നോക്കി നിന്നുപോയി സൗദാമിനി. അവരാ കാഴ്ച സാവിത്രിയും കാണിച്ചു കൊടുത്തു. വന്ന് കയറിയില്ല. അതിനു മുമ്പ് സാരിത്തുമ്പി കെട്ടിയിട്ടു. അവർ രണ്ടാളും പറഞ്ഞു ചിരിച്ചത് കേട്ട് ഗായത്രി അവിടേക്ക് വന്നു. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തോ പറയുന്നേ? അതൊരു തീരെ ചെറിയ കുട്ടിയല്ലേ. സഞ്ജുവിൻ്റെ കാതിലിത് എത്തിയാലുള്ള അവസ്ഥ അറിയാലോ. ആളുകൾ ഉണ്ടെന്നൊന്നും അവൻ ചിന്തിക്കില്ല. ഇപ്പോഴും പിരിഞ്ഞു പോകാതെ അങ്ങിങ്ങായി നിൽക്കുന്ന അടുത്ത ബന്ധുക്കളെ നോക്കിയാണ് സാവധാനം ഗായത്രി അത് പറഞ്ഞത്. സഞ്ജുവിൻ്റെ പേരിടയ്ക്ക് വന്നതും അവർ രണ്ടും ഒന്നടങ്ങി. കാരണം അവനെ കുറിച്ച് പേടിയുണ്ടവർക്ക്. ഇതാണ് നമ്മുടെ റൂം. ചിലങ്കയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ കബോർഡിലുണ്ട്. നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി എന്തായാലും പറയാം. നമുക്ക് നാളെ തന്നെ പോയി വാങ്ങാട്ടോ. ഇപ്പോൾ ഞാൻ താഴെ പോയി ആദിത്രിയെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ അവൾ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനും അവൻ പറഞ്ഞു. റിസപ്ഷൻ രാത്രിയിലുണ്ട്. കവളിത്തട്ടി എല്ലാം പറഞ്ഞേൽപ്പിച്ച് പോകുന്നവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു പോയി. അല്പനേരം കഴിഞ്ഞതും അവൾ ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോർ തുറന്നു. മെല്ലെ അതും തുറന്ന് അവൾ അവിടേക്ക് ഇറങ്ങി നിന്നു. അവിടെ നിന്നാൽ കാണുന്ന കാഴ്ച വീട്ടിലെ ഗാർഡനാണ്. സ്വിമ്മിംഗ് പൂളും കാണാം. പക്ഷെ അവൾ ഏറെ ആകർഷിച്ചത് വെള്ളയും വയലറ്റും ആമ്പൽപ്പൂക്കൾ നിറഞ്ഞ ആ ആമ്പൽക്കുളമാണ്. അവൾ അതിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആ സമയത്താണ് മുറിയുടെ വാതിലിൽ ആരോ തട്ടുന്നത് പോലൊരു ശബ്ദം അവൾ കേട്ടത്. ഡോർ തുറക്കുമ്പോൾ മുൻപിൽ അത്ര പരിചയമില്ലാത്തൊരു മുഖം. ഹായ്, ഞാൻ ആദിത്രി. സഞ്ജോട്ടും പറഞ്ഞു ഡ്രസ്സ് മാറാൻ ഹെൽപ്പ് ചെയ്യാൻ. അതും പറഞ്ഞവൾ കയ്യിലിരുന്ന മാംഗോ ജ്യൂസ് ചിലങ്കയ്ക്ക് നേരെ നീട്ടി. ഇത് ചിലങ്കയ്ക്കാണ്. ഓ സോറി, ഏട്ടത്തിക്കാണ്. സഞ്ജോട്ടം പറഞ്ഞത് മുഴുവൻ കുടിക്കണമെന്ന്. അതിനും മറുപടിയായി ചിലങ്ക ഒന്ന് പുഞ്ചിരിച്ചു. ചിലങ്ക അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണല്ലേ? ആദിത്രി നിർത്താൻ ഭാവമില്ലാത്തതുപോലെ തുടർന്നു. ആദിത്രി ചിലങ്കയുടെ മുടിയിൽ വെച്ച മുല്ലപ്പൂ മെല്ലെ അഴിച്ചു. മുടിയിൽ കുത്തിവെച്ച ക്ലിപ്പുകളെല്ലാം അഴിച്ചെടുത്തപ്പോൾ തന്നെ ചിലങ്കയ്ക്ക് പകുതി ആശ്വാസം. ഏടത്തി എന്നെ മുൻപ് കണ്ടിട്ടുണ്ടോ? എന്നെ ചിലങ്കയെന്ന് വിളിക്കാവോ? ഏടത്തിയെന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. ആഹാ, അതിനെന്താ, ചിലങ്കയെന്ന് വിളിക്കാമല്ലോ. ആക്ച്വലി എനിക്കും തന്നെ ചിലങ്കയെന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഏട്ടത്തി എന്നൊക്കെ വിളിക്കുമ്പോൾ
ഒരുപാട് അകലം ഫീൽ ചെയ്യുന്ന പോലെ. അതെ, സാരി സാരി ഞാൻ മാറിക്കോളാം. ഓക്കെ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അതും പറഞ്ഞ് ആദിത്രി റൂമിലിരുന്നു. ചിലങ്ക മാറിയിടാറുണ്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിനോട് ചേർന്ന ഡ്രസ്സിങ് ഏരിയയിലേക്ക് പോയി. തിരികെ ഡ്രസ്സ് മാറിയവൾ വരുമ്പോൾ ആദിത്രി റൂമിലുണ്ട്. താൻ കലാക്ഷേത്രി വരാറുണ്ടല്ലേ? ഓവ്, എന്നെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആക്ച്വലി ഞാൻ മോർണിംഗ് ബാച്ചാണ്. ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നിങ്ങൾ കയറുന്നത്. ആണല്ലേ? രാവിലെ എഴുന്നേക്കാൻ മടിയായതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെ ബാച്ചാണ്. ഒരു കണ്ണിറുക്കി ചമ്മിയ ചിരിയോടെ ചിലങ്കി അത് പറഞ്ഞതും ആദ്യം അവളെ നോക്കി നിന്നുപോയി. എങ്കിലും ഒരു സത്യം പറയട്ടെ, എനിക്കും രാവിലെ എഴുന്നേറ്റ് പോകുന്നത് ഭയങ്കര മടിയാണ്. ഈ അമ്മയും മുത്തശ്ശിയൊന്നും രാവിലെ അധികം നേരം ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നിവൃത്തിയില്ലാതെ അങ്ങ് പോകുന്നതായി രാവിലെ. ഓ, അപ്പോൾ എൻ്റെ വീട് തന്നെ സ്വർഗം. അവിടെ എനിക്ക് എത്ര നേരം വേണേലും കിടന്നുറങ്ങാം, വേണമെങ്കിൽ ഉച്ചവരെ. എൻ്റെ അമ്മ ഒന്നും പറയില്ല, ഭയങ്കര പാവമാണ്. അത് പറയുമ്പോഴവളുടെ കണ്ണ് നിറഞ്ഞു. ആദ്യം എന്തോ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ തുടങ്ങിയതും ഡോറിൽ ആരോ തട്ടി. ഞാൻ പോയി നോക്കാം ആരാണെന്ന്. അതും പറഞ്ഞ് ആദ്യം ഡോർ തുറക്കാൻ പോയതും നിറഞ്ഞൊഴുകാൻ വെമ്പി നിന്ന മിഴികളൊന്ന് തുടച്ചു വിട്ടു ചിലങ്ക. ഡോർ തുറന്ന് മുൻപിൽ സഞ്ജയെ കണ്ടതും ആദ്യ താഴേക്ക് പോയി. മുറിയിലേക്ക് കയറിയവൻ്റെ നെറ്റി ചുളിഞ്ഞു. കരഞ്ഞോ? കുനിഞ്ഞു നിന്നവളുടെ മുഖം പിടിച്ചുയർത്തി ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ചോദ്യഭാവം. അമ്മയെ ഓർത്തപ്പോൾ ഞാൻ ഏങ്ങലടിച്ച് വിങ്ങിപ്പൊട്ടി പറയുന്നവളെ കാണേ അവന് വിഷമം വന്നു. ഇവിടെ വന്ന ശേഷം അമ്മയെ വിളിച്ചോ? ഇല്ല. എങ്കിലൊന്ന് വിളിച്ച് സംസാരിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അവരൊക്കെ റിസപ്ഷന് വരുമല്ലോ, അപ്പോൾ കാണാമല്ലോ. ഇനി അതും അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് തികച്ച ഡ്രൈവില്ല വീട്ടിലേക്ക്. കാണാൻ തോന്നുമ്പോൾ അപ്പം തന്നെ പോകാം. അവൾ എന്തോ പറയാൻ മടിച്ചു നിൽക്കും പോലെ തോന്നി അവന്. ഓക്കെ അല്ലേ? അതെ. എനിക്ക് ആ ഫോണൊന്ന് തരാമോ, വീട്ടിൽ വിളിക്കാൻ? അവൻ ഫോൺ ഓണാക്കി അവൾക്ക് നേരെ നീട്ടി. അവൾ പത്മയുടെ ഫോണിലേക്ക് വിളിച്ചു. കുറച്ചധികം നേരം അവരോട് സംസാരിച്ചപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. ഫോൺ അവന് തിരികെ നൽകി അവൾ കുറച്ചു നേരം കിടന്നു. പിന്നീട് ബ്യൂട്ടീഷ്യൻ വന്നു റിസപ്ഷന് വേണ്ടി അവളെ ഒരുക്കാൻ. സാരിയാണ് വേഷം. ഭംഗിയായി ഞൊറികൾ ചെയ്തിട്ട് മുടിയും അവൾക്കായി അവൻ വാങ്ങിവെച്ച ഡയമണ്ട് നെക്സറ്റും നേർത്ത മഞ്ഞ ചരടിക്കോർത്ത ഡയമണ്ട് താലിയും 2 ഡയമണ്ട് വളകളും നെറുകയിൽ സിന്ദൂരവും നെറ്റിയിലൊരു കുഞ്ഞു വെള്ളക്കൽ പൊട്ടും ചുണ്ടിലെ ന്യൂഡ് ലിപ്സ്റ്റിക്ക് അതവളുടെ നിറത്തിന് കൂടുതൽ പകിട്ടേക്കി. ഒരുങ്ങി ഇറങ്ങിയവളെ കാണി സഞ്ജുവിൻ്റെ മുഖം വിടർന്നു. അവനൊരു ഓഫ് വൈറ്റ് കുർത്തിയായിരുന്നു വേഷം. അവനവളെ കൈകൊണ്ട് സൂപ്പറെന്ന് ആംഗ്യം കാണിച്ചു. അവൾ അവനൊരു ചിരി സമ്മാനിച്ചു. മുകളിൽ നിന്ന് താഴേക്ക് ഗോവണി ഇറങ്ങി വരുന്നു. താഴെ ബന്ധുജനങ്ങളെല്ലാം അവളെ കണ്ണെടുക്കാതെ നോക്കി. അവൻ്റെ ബ്ലാക്ക് ബെൻസിൽ തന്നെയാണ് അവരിരുവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. അവിടെ ഉണ്ടായിരുന്നു ചിലങ്കയുടെ ബന്ധുക്കൾ. അവൾ ഓടിച്ചെന്ന് ചന്ദ്രനെയും പത്മയും കെട്ടിപ്പിടിച്ചു. പിന്നീട് അവർ സ്റ്റേജിലേക്ക് ചെന്നു. ഫംഗ്ഷൻ ആങ്കറിങ് ചെയ്യാൻ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ വക ഒരു പേരുണ്ടായിരുന്നു. സഞ്ജയുടെ ബിസിനസ് പാർട്ട്നേഴ്സും അവൻ്റെ കമ്പനി വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഒരുപാട് പേരുള്ള ഫംഗ്ഷൻ. കല്യാണം വളരെ ലളിതമായതിനാൽ റിസപ്ഷൻ ഗംഭീരമാക്കണമെന്ന് സഞ്ജയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ആർഭാടങ്ങളെല്ലാം ഓഡിറ്റോറിയത്തിൽ കാണാനും ഉണ്ട്. പെട്ടെന്നാണ് ആങ്കറിങ് ചെയ്യുന്ന കുട്ടി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത്, നമ്മുടെ പുതു മണവാട്ടി ചിലങ്ക നല്ലൊരു നർത്തകിയാണെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. കാണികൾക്കിടയിൽ മൊട്ട് സൂചിയിട്ടാൽ കേൾക്കാവുന്നത്ര നിശബ്ദത. ചിലങ്കയുടെ ഒരു നൃത്തം കണ്ടാലോ നമുക്ക്? അതിന് മറുപടി എന്നപോലെ കാണികൾക്കിടയിൽ നിന്ന് വലിയ കയ്യടി. അവൾ പകപ്പോടെ സഞ്ജയെ നോക്കി. അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരി. താൻ ഓക്കെയാണോ? എങ്കിൽ കളിക്ക്. അവൻ്റെ അനുവാദം കൂടി കിട്ടിയപ്പോൾ അവൾക്ക് സന്തോഷം. പെട്ടെന്ന് തന്നെ ആങ്കറിങ് ചെയ്യുന്ന കുട്ടി ഒരു പേർ ചിലങ്ക അവിടേക്ക് കൊണ്ടുവന്നു. അത് വാങ്ങിയത് സഞ്ജയാണ്. വളരെ പ്രണയപൂർവ്വം അവളുടെ കാലിലേക്ക് അവനത് കെട്ടിക്കൊടുത്തതും കാണികൾക്കിടയിൽ നിന്ന് വലിയ ആർപ്പുവിളികളും കയ്യടിയും ഉയർത്തി. എന്നാൽ അവൻ്റെ കമ്പനി ജോലി ചെയ്യുന്നവരും അവൻ്റെ പാർട്ട്നേഴ്സും അവൻ്റെ അഭാവത്തിൽ ശരിക്കും ഞെട്ടി. ഓഫീസിൽ അവരറിയുന്ന സഞ്ജയും ഈ നിൽക്കുന്ന സഞ്ജയും കടലും കരയും പോലുള്ള വ്യത്യാസമാണെന്ന് അവർക്ക് തോന്നി. നിമി നേരത്തിനുള്ളിൽ ഓഡിറ്റോറിയത്തിൽ സൗണ്ട് സിസ്റ്റത്തിൽ ഒരു പാട്ട് ഒഴുകി വന്നു. സാരി ഉയർത്തി കുത്തി തുമ്പെടുത്തിടുപ്പിൽ വെച്ച ശേഷം
ഭംഗിയായി നൃത്തം ചെയ്യുന്നവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. നിളയൊഴുകും പോലെ ഒരുവൾ നൃത്തം ചെയ്യുന്നത് നോക്കി ശ്വാസം വിടാതെ നിന്നുപോയി കാണികൾ. ചന്ദ്രനും പത്മയ്ക്കും അതൊരു അഭിമാന നിമിഷം. ചിന്മയുടെ കണ്ണുകളിൽ അസൂയയും കുശുമ്പും നിറഞ്ഞു. എന്തിനാണെന്നറിയാത്തൊരു തരം പക അതവൾക്ക് ചിലങ്കയോട് തോന്നിപ്പോയി. അന്നത്തെ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ചിലങ്ക അത്യാവശ്യം ടയേർഡായിരുന്നു. വീട്ടിലെത്തി ഫ്രഷായിട്ട് അവളോട് താഴേക്ക് ചെല്ലണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു മുത്തശ്ശി. അതുകൊണ്ട് തന്നെ കുളിച്ചു വസ്ത്രം മാറി അവൾ താഴേക്ക് ചെന്നു. പ്രിയയും ഗായത്രിയും ചേർന്ന് അവളെ താഴെ തന്നെയുള്ള മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയി. ഒരു സെറ്റും മുണ്ടും അല്പം മുല്ലപ്പൂവും കുറച്ച് ആഭരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മോൾ നല്ല ടയേർഡാണെന്ന് അമ്മയ്ക്കറിയാം. പക്ഷേ ചടങ്ങുകൾക്ക് മുടക്കം വരുത്തുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടമില്ല. പണ്ട് തലമുറകളായി നടന്നു വരുന്ന ഓരോരോ ചടങ്ങുകളാണിത്. ഒരാൾക്ക് വേണ്ടി അതൊക്കെ മാറ്റുക എന്ന് വെച്ചാൽ തീർത്തും അസാധ്യമാണ്. അത് സാരമില്ലമ്മേ. ക്ഷീണം തിങ്ങിയ കണ്ണുകളിൽ അവളത് പറയുമ്പോൾ പ്രിയയ്ക്ക് അവളോട് എന്തെന്നല്ലാത്ത അലിവ് തോന്നിപ്പോയി. ഗായത്രിയും പ്രിയയും ചേർന്ന് അവളെ ഒരുക്കി ആഭരണങ്ങൾ അണിയിച്ചു. മുടിയും മുല്ലപ്പൂ വെച്ചു. ആ നേരം അത്രയും സരസ്വതി പുറത്തുണ്ടായിരുന്നു. അവൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരുടെ കണ്ണുകൾ വിടർന്നു. കയ്യിൽ കരുതിയ 2 ലക്ഷ്മി വളകൾ അവരവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. നിർഭാഗ്യവശാൽ അവൾക്കത് നന്നേ വലുത്. സാരില്ല, ഇത് കുട്ടിക്ക് തന്നെ ഉള്ളതാ. വള വളരെ വലുതായതിന് തിരികെ അവർക്ക് ഊരി നൽകാൻ പോയപ്പോൾ അവരത് തടഞ്ഞു. ഗായത്രി നൽകിയ പാൽ ഗ്ലാസും കയ്യിൽ പിടിച്ച് ഗോവണി കയറിപ്പോകുന്നവളെ നോക്കി സരസ്വതിയും ഗായത്രിയും പ്രിയയും ചുണ്ടിലൂറി വന്ന ചെറിയ ചിരിയോടെ നോക്കി നിന്നു. തുടരും.